മുന്നൂറോളം വരുന്ന ബിഗ് ബോസ് ക്രൂവിന്റെ ഒരു ഭാഗമായി ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ആണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു കുന്നോളം സന്തോഷം, ഇത്രയധികം സ്വീകരിച്ച ഒരു സീസണില്ല. അതുകൊണ്ട് അതിന് ഒരുപാട് സന്തോഷം. അഭിമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ടെലിവിഷന് അപ്രാപ്യമാണെന്ന് പലരും കരുതുമ്പോഴും ഇത്രയും വലിയൊരു ഷോ കഴിഞ്ഞ 6 സീസണായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ ഒരു 3 ജനറേഷൻ ഒരുമിച്ച് ഒരു സ്വീകരണ മുറിയിൽ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരുപാട് മാറ്റങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് മാറ്റങ്ങൾ സീസൺ 1 മുതൽ ഈ സീസണിലും കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതിന്റെ ഒരുപാട് അഭിമാനം ഉണ്ട്. പിന്നീട് ഈ സീസണിന്റെ ടാഗ്ലൈനായി ഒന്ന് മാറ്റി പിടിക്കട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി പിടിച്ചു. അതായത് അതിന്റെ മാർക്കറ്റിംഗിലായാലും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകളായാലും CID രാംദാസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി പിടിക്കും. ഏട്ടൻ ഫോണ്ട് ആയാലും സിനിമാ കഥയായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ട് പവർ റൂം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി പിടിക്കാൻ പറ്റിയതിൽ ഒരുപാട് ചാരിതാർത്ഥ്യവും അഭിമാനവും ഉണ്ട്. സങ്കടമുണ്ട്. ലാലേട്ടൻ നടന്നു വരുമ്പോ നിങ്ങൾ ഉയർത്താൻ പോകുന്ന ആരവം അടുത്ത ആഴ്ച ഉണ്ടാവില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്. ലാലേട്ടൻ നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് അടുത്ത ശനിയും ഞായറും വരില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് ബിഗ് ബോസിന്റെ പ്രസംഗത്തിൽ ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഏഷ്യാന്റെ കുടുംബാംഗമായ ലാലേട്ടനോടാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. കാരണം ഞങ്ങൾക്കൊക്കെ ഊർജവും സ്നേഹവും കരുതലും ചേർത്ത് പിടിക്കലും ഒക്കെ തരുന്ന ലാലേട്ടനാണ് ഈ ഷോയുടെ എന്താ പറയുക പിവറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. എല്ലാ ആഴ്ചയും ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒരു പ്രചോദനമാണ് നമ്മളെ ഈ ഷോയിനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഈ വീടിനെ ഒരു സെറ്റായിരുന്ന ഒരു വീടിനെ കുടുംബമാക്കിയ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായി കളിച്ചുകൊണ്ടാണ് ഈ സീസൺ ഇത്രയും നന്നായി പോയത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ കോടിക്കണക്കിനുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടാണ്. എനിക്ക് ചിലപ്പോ ലണ്ടനിൽ നിന്നും പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എന്താണ് അങ്ങനെ ചെയ്തത്. അത്രയധികം ഞങ്ങളെ സ്നേഹിക്കുകയും ശാസിക്കുകയും പരിഭവിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്രയും മികച്ച പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു ഷോ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞങ്ങൾക്ക് അവരോട് തീർച്ചയായിട്ടും അഗൈതമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞു, മലയാളം ടെലിവിഷന് അപ്രാപ്യമായ ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഷോ, ഇത്രയും ചെലവും എല്ലാം ഉള്ള ഒരു വലിയൊരു ഷോയിനെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് ആണ്. ഈ സീസണിലെ എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അവരിൽ ചിലരെ ഞാൻ ഇങ്ങോട്ട് ലാലേട്ടന്റെ അനുഭവത്തോടുകൂടി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് കുടുംബാംഗം കൂടിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആണ്. റോയ് സർ, I cordially invite you to stage. നമ്മളോടൊപ്പം എപ്പോഴുമുള്ള ഒരാളാണ് റോയ് സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. 2 വാക്ക്. ലാലേട്ട, ഗുഡ് ഈവനിങ്. നമ്മുടെ ഏഷ്യാനെറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകരും, I know that worldwide they watch this. Confident Group ഏഷ്യാനെറ്റ് ഇപ്പോൾ 16 കൊല്ലമായി അസോസിയേഷൻ തുടങ്ങിയത് നമ്മുടെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലൂടെയാണ്. ഇപ്പൊ ഇത് 6th സീസൺ ആണ് ബിഗ് ബോസ്. അപ്പോ ലോട്ട് ഓഫ് തിങ്സ് ടു. പിന്നെ ലാലേട്ടന്റെ പല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഒരു ചേട്ടന്റെ പോലെയാണ്. പിന്നെ ലോട്ട് ഓഫ് മോട്ടിവേഷൻ, ലോട്ട് ഓഫ് ലേണിംഗ്, ലോട്ട് ഓഫ് യു ആർ എ ഭീഷ്മ പിതാമഹ. I believe I'm talking from your achievement. ലാലേട്ടനെ പറ്റി നമ്മുടെ നാട്ടിലില്ല. എല്ലാ മലയാളികൾക്കും ഭയങ്കരമായിട്ടുള്ള അഭിമാനമാണത്. അപ്പൊ എനിക്കത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അതില്. പിന്നെ കിഷൻജി, നമ്മുടെ ഏഷ്യാനെറ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ബീൻ ഡൂയിങ് എൻ അമേസിംഗ് വർക്ക്. മാധവ്ജി എന്നില്ല, പിന്നെ എല്ലാ ഏഷ്യാനെറ്റ് ടീമിനോടും, പിന്നെ നമ്മുടെ അർജുനും ജിൻഡോ, യു ഹാവ് ഡൺ എക്സ്ട്രീംലി വെൽ ആൻഡ് ഐ ആം ഷുവർ ദാറ്റ്